അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അഭിലാഷ് പിള്ളയുടെ കുറേ സിനിമകൾ ഞങ്ങൾ കണ്ടിരുന്നു. എന്താണെങ്കിലും സ്നേഹക്കൂട്ടിലെ എല്ലാം പ്രിയപ്പെട്ട അച്ഛനമ്മമാരുടെ മകനാണ് അഭിലാഷ് പിള്ള. അപ്പം അഭിലാഷ് പിള്ളയുടെ സുമതി വളവ് കാണാൻ അവരുടെ ഒപ്പം ഞങ്ങളും പോവുകയാണ്. നമ്മളെല്ലാം ഓക്കെ അല്ലേ? സിനിമ കാണാൻ റെഡി ആയിട്ട് നമ്മുടെ അച്ഛന്മാരും അമ്മമാരും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെ ഒക്കെ സിനിമ കണ്ട ശേഷം ഞങ്ങൾ പറയാം. പേടിപ്പിക്കുന്ന അല്ലേ അമ്മമാരെ, പേടിപ്പിക്കുന്ന ഒരു രക്ഷിക്കഥ കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്താണേലും കണ്ടുവന്ന ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. സുമതിയുള്ളതിന്റെ വിജയം നമ്മുടെ അമ്മമാരുടെ അച്ഛന്മാരുടെയും കൂടെ. ഓക്കെ, പിടിച്ചോ, എല്ലാവരും പിടിച്ചോ. ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ ഒന്ന് കൊണ്ടുപോകാൻ ഓർത്ത് ഞങ്ങൾ 110 പേരാണ് മാളികപ്പുറം സിനിമ കാണാൻ എത്തിയത്. വീൽ ചെയറിലിരിക്കുന്ന അച്ഛനമ്മമാരെ ഉൾപ്പെടെ ഞങ്ങൾ ആ സിനിമ കാണാനായിട്ട് കൊണ്ടുപോയി. കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. ശരിക്കും കേട്ടോ, ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങളത് ഫേസ്ബുക്കിലിട്ട ആ ഒരു ഇത് കണ്ടിട്ടാണ് അഭിലാഷ് സ്നേഹക്കൂടിനൊപ്പം ചേരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അഭിലാഷിൻ്റെ എല്ലാ സിനിമകളും നമ്മളെല്ലാവരും കാണാറുണ്ടല്ലേ? കഴിഞ്ഞ സിനിമയും കണ്ടിരുന്നു. സിനിമയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമം വരും ഓടി വരുന്ന സ്ഥലമാണ്. അതെ അതെ. അതിനുശേഷം ഇങ്ങോട്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ അവർ ഫാമിലിയോടെ ഒരുപാട് വട്ടം സ്നേഹക്കൂട്ടിലെത്തി, അർജുൻ അശോകനുമായിട്ട് എത്തി. എന്താണ് വളരെ സന്തോഷം. ആദ്യം എല്ലാവരും ഒന്ന് പേടിച്ചെങ്കിലും അല്ലേ, കുറച്ചൊരു പേടിച്ചെങ്കിലും കുറെ തമാശകളൊക്കെ കലർന്ന് അടിപൊളിയായി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു ദിവസം വരാം, നിങ്ങളെ എല്ലാരും കാണാൻ ഞങ്ങൾ ഒന്നിച്ചു ഒരുപാട് ഓഡിയൻസിനെ കണ്ടെങ്കിലും ഇനിയും മേൽക്കുമേൽ ഉയരും. ഈ പ്രാർത്ഥന സന്തോഷം. എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളും ഇത് പടം കണ്ടപ്പോഴാണ്. പ്രത്യേകിച്ച് അമ്മമാര് കണ്ടാൽ പിന്നെ ഒന്നുമില്ല, നിങ്ങളുടെ പ്രാർത്ഥന മതി ഈ സിനിമ വിജയിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിട്ട് കരുതണ്ട. കാരണം ഇവർ ഞങ്ങളുടെ എല്ലാ സിനിമകളും കാണാൻ വർഷത്തിൽ വരാറുണ്ട്. നിശ ചേച്ചിയോടും ചേട്ടനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്.
സിനിമയേക്കാൾ ഉപരി ഇത്രയും പേരെ ഇങ്ങനെ ചേർത്ത് ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഞങ്ങൾ ഒരു കുടുംബമാണ്. യാതൊരു ആ കുടുംബത്തിൽ ഇപ്പൊ ഞങ്ങളും ഉണ്ട് കേട്ടോ. എന്റെ ഓരോ സിനിമ കഴിയുന്നതും നമ്മളെ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ ഞാനും ദൈവവും വിഷ്ണുവൊക്കെ കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ കുറെ പുതിയ ആളെ കൂടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി സ്നേഹക്കൂട്ടിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. പാട്ടിട്ട് ഡാൻസ് കളിക്കുമോ? ഇങ്ങനെ ആരും പറയും. ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നു. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. ആദ്യം ഒന്ന് പേടിച്ചു തോന്നുന്നു അല്ലേ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞപ്പോ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. അയക്കാനും ഉണ്ടായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു, പാട്ടും നല്ലതായിരുന്നു. നല്ല നല്ല സിനിമയായിരുന്നു. അടുത്ത എന്തോ ആകാംക്ഷയോട് കൂടി നോക്കി ഇരിക്കുവായിരുന്നു. എന്നാലും ഒരു മനസ്സിനകത്തൊരു വിഷമം ഉണ്ടായിരുന്നു. സുമതി വളവ് എന്തുകൊണ്ട് അങ്ങനെ പേര് വരുന്നത് വിഷമം ഉണ്ടായിരുന്നു. ഒരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അഭിലാഷ് പിള്ള അഭിനയിച്ച ക്യാരക്ടർ നല്ല ക്യാരക്ടർ. നല്ല ക്യാരക്ടറായിരുന്നു. ഇഷ്ടപ്പെട്ടു അല്ലേ? സിനിമയായിരുന്നു. ഞാൻ കരഞ്ഞ് എനിക്ക് സങ്കടം കൊണ്ട് നല്ല സിനിമ. സൂപ്പർ സിനിമ. ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നീ കാണണമെന്ന് തോന്നുന്നു. പേടിച്ചോ? പേടി വന്നു. നല്ല സൂപ്പർ പടമായിരുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല പടങ്ങൾ അഭിലാഷ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു വിഷമം എന്ന് പറയാൻ ഞങ്ങളുടെ ഡോക്ടർ ശ്രാവൺ മുകേഷിന് പിന്നെ റോൾ കൊടുക്കുന്നത് ഭയങ്കര സൂപ്പറായിരുന്നു. ഇനി ഉയരങ്ങളിലേക്ക് കയറി പോകട്ടെ. ഇനി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. നല്ല നല്ല പടങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകാൻ പ്രാർത്ഥിക്കും. പേടിച്ചോ? ചെറുതായിട്ട് ആദ്യം ഒന്ന് പേടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓക്കെ ആയി. കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടോ? അല്ല, ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്നാ രണ്ടാം പ്രാവശ്യം കണ്ടു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അമ്മ മരിക്കുന്നതിന് മുന്നേ കണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ കാണുന്നതെന്നാണ് അമ്മ പറയുന്നത്. അതാണ് ഇഷ്ടപ്പെട്ടല്ലേ? എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. പേടിച്ചോ? പേടിച്ചില്ല. അടിപൊളി പടം. ഇഷ്ടപ്പെട്ടല്ലേ? എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിനി സ്നേഹക്കൂട്ടി പോണമെന്നുണ്ട്. ശ്രീപത്തിനെ എല്ലാരെയും കൂട്ടി ഒന്ന് പോയി കാണണം. എല്ലാവരും അടിപൊളിയായിട്ടാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. കുറെ പേര് പാട്ടൊക്കെ പാടും. നന്നായിട്ട് തകർത്ത് അഭിനയിക്കും. എല്ലാവർക്കും സിനിമ ഇഷ്ടമായി അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും മാളികപ്പുറം ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞത്. സെയിം സ്നേഹമാണ് ഇവർ ഈ സിനിമയ്ക്കും തരുന്നത്. കൂടുതൽ ഒത്തിരി സന്തോഷം ഇവരെ കാണാൻ പറ്റിയതിൽ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു നാലാമത്തെ ടൈം എങ്ങാനുമാണ് പടം കാണുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇമോഷണലായിട്ട് ഫീൽ ചെയ്ത് ഇവരുടെ കൂടെ കാണുമ്പോൾ ഇവരുടെ സ്നേഹം, ഇവരുടെ എനർജി ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നും. അത്രയും സന്തോഷം തോന്നി. എന്തായാലും എനിക്ക് അവിടെ വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട്. ഇവരുടെ കൂടെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. താങ്ക് യു ചേച്ചി. ഇങ്ങനെ ഒരു